എവരിവൺ, വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ ഗാർഡനിലോട്ട് ഇറങ്ങി തിരിച്ചേക്കാം കേട്ടാ. ഇന്ന് നമ്മുടെ മണ്ണിടലും ബാക്കി പരിപാടിയിലും വിത്ത് ബോക്സസ് എല്ലാം നമ്മള് മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ ഇളക്കിയിട്ടുണ്ടായിരുന്നു ഉള്ള മണ്ണ് അടിഭാഗത്തുനിന്നോടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ലെവലാക്കാനുണ്ട്, മണ്ണിടാനുണ്ട്, ടോപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മുടെ സീഡ്ലിംഗ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അതെടുത്ത് മണ്ണിൽ വെക്കണം. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി പോവാ. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ മാത്രമല്ല മഴയും വെയിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിപ്പുണ്ട്. ഇന്നെങ്കിലും പണി തീർക്കണം. ഇന്ന് പണി തീർത്തേ നടക്കുള്ളൂ. അതുകൊണ്ട് അധികം വർത്താനമില്ല, പെട്ടെന്ന് വർക്കിലേക്ക് പോകാം. നമ്മള് ഉപയോഗിക്കാൻ കുറച്ച് ടൂൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്പെയർ ഉണ്ട് മണ്ണൊക്കെ ഒന്ന് ലെവലാക്കാൻ, പിന്നെ ഒരു റേക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ടോപ്പ് ഇട്ട സോയില് ലെവലാക്കാൻ വേണ്ടി നമ്മളൊരു സ്പ്രെഡറും കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾസ്. വന്നപ്പോ വാ പണി തുടങ്ങാം. Let's go. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം കളച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ആയുധം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ആ റേക്ക് വെച്ചൊന്ന് ലെവലാക്കുക. എന്നിട്ട് അതിന്റെ പൊക്കത്ത് പുതിയ സോയിലും ഗാർഡൻ മിക്സും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഗാർഡൻ ഫിലിം ക്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി സീഡ്ലിങ് ഇടാൻ പോകുന്നു. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഈ ഏരിയയിൽ നമ്മൾ ബീൻസ് ഒക്കെ നടാൻ പോണം കേട്ടോ. ബീൻസും പിടിപ്പയറും പാവല്, ഈ പടർന്നു പിടിക്കുന്ന സാധനങ്ങൾ. ഇവിടെ ട്രെല്ലിസ് ഓൾറെഡി ഉണ്ട്. നമ്മള് ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണേ. മറ്റേ ഇത് കണ്ടോ, ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് പടർന്ന് കയറാനും സുഖം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ പടർന്നു കയറുന്ന സാധനങ്ങളൊക്കെ കൂടുതലും വെച്ചു കൊടുക്കുന്നത്. ഇവിടെ പന്തല് കെട്ടിയെടുക്കുന്നതുകൊണ്ട് പടർന്നു കിടന്ന പാവയ്ക്ക, ബീൻസ്, ലോങ് ബീൻസ്, പിന്നെ കുക്കുംബർ, പിന്നെ ഇവിടെ ചെറിയ വേറൊരു പന്തലുണ്ട്. അവിടെ നമ്മള് ടൈറ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള, അതുകൊണ്ട് കുമ്പളങ്ങയാണ് അവിടെ നടുന്നത്. കഴിഞ്ഞ വർഷം കുമ്പളങ്ങയായിരുന്നു അവിടെ നട്ട്, അതുകൊണ്ട് ആ സ്പേസ് കുമ്പളങ്ങയ്ക്ക് വേണ്ടി വെച്ചേക്കുക. പിന്നെ അപ്പുറത്ത് ഓപ്പൺ ഗാർഡനിൽ അപ്പുറത്തെ സൈഡില് നമ്മൾ പംകിന് വേണ്ടി, അത് ഏകദേശം പഴയ പോലെ തന്നെ നമ്മൾ ചെയ്ത സെയിം സെറ്റപ്പ് തന്നെ. ഇപ്പൊ അടുത്ത മഴ വരുന്ന മുമ്പേ നമുക്ക് അതിന്റെ പരിപാടി ഒന്ന് ചെയ്ത് തീർക്കണം. നമുക്ക് ഈ ഏരിയ ആദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് ഗാർഡൻ ബോക്സിലോട്ട് പോയാലോ. കാരണം ഒരു ഏകദേശം ഒരു 20-30 സെന്റിമീറ്റർ ആയി ഓൾറെഡി സീഡ്ലിങ് ബീൻസിന്റെ ഒക്കെ നല്ലപോലെ വളർന്നു, അതും പടന്ന് കയറാൻ തുടങ്ങി. ഇനി അത് വെച്ചിട്ട് നമ്മള് മുളത്തണ്ടില്ലേ, മറ്റേ എന്നാ പറയണ മുളത്തണ്ടിന്, മറ്റേ ബാംബു സ്റ്റിക്സ്. അത് തന്നെ മുളയുടെ സ്റ്റിക്ക്. അത് നമ്മുടെ ഇവിടെ എന്താ പറയണത്, കടയിലൊക്കെ പൈസ കൊടുത്ത് വാങ്ങോട്ടത്. ഇവിടെ നല്ല വിലയാ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ. നമ്മള് നടാൻ പോണ തൈയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ നല്ല കാറ്റാന്ന് പറഞ്ഞില്ല, അപ്പൊ ബാംബു സ്റ്റിക്സ് വെച്ചിട്ട് നമ്മള് കെട്ടി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മള് വിട്ടുപോകാൻ. സെയിം ഇവിടെ അല്ലെങ്കിൽ പിന്നെ നമ്മള് വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് ആടി അല്ലെങ്കിൽ അത് ഉണങ്ങി, അല്ലെങ്കിൽ നമ്മളെ വെച്ച് കഴിയുമ്പോ ഒരു ഉണക്കം വരുമല്ലോ. അപ്പം അത് ആകപ്പാടെ പോവും, അതിന്റെ വേരൊന്നും ഇളകി പോകത്തില്ല ആടുമ്പോ. അപ്പം അങ്ങനെയൊന്നും വരാണ്ട് നമുക്ക് എടുത്ത് വെക്കണം. അത് നമുക്ക് കുറച്ച് മണ്ണ് എടുത്തോണ്ട് വരാം. ഇതാണ് മണ്ണ്, അപ്പുറത്തെ ഗാർഡൻ മിക്സ്. അത് നമുക്ക് കുറച്ച് ഏരിയയിൽ നമുക്ക് മണ്ണിട്ട് ടോപ്പ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇതിപ്പോ ഇവിടെ കുറച്ച് ദിവസമായി കൊണ്ട് ഇട്ടിട്ട് നടക്കുന്നില്ലായിരുന്നു പണിയൊന്നും. 2-3 ആഴ്ചയായല്ലോ. കാരണം മഴയും കൂടെ ആയതുകൊണ്ടാ. അല്ലേ പിന്നെ നമുക്ക് പിന്നെയും ഈ ഒരുമിച്ച് കിട്ടുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. സ്പെയ്ഡ് ഉള്ളതുകൊണ്ട് സുഖം, അല്ലെങ്കിൽ അത് വാരി ഗാർഡനിങ് ടൂൾസ് എല്ലാം നമുക്ക് വീട് വാങ്ങിച്ചപ്പോ തന്നെ ഗാർഡൻ ഷെഡ് ഉണ്ട്, അതിനകത്ത് സാധനങ്ങളെല്ലാം മേടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വിന്റർ ആകുന്ന സമയത്ത് എല്ലാം കഴുകി വൃത്തിയാക്കി അകത്തോട്ട് കയറ്റും. സമ്മർ ആകുമ്പോൾ പുറത്തേക്ക് ഓക്കെ. അപ്പൊ നമുക്കൊരു ട്രോളി ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കൊണ്ടേ ഇട്ട് കൊടുക്കാം. മണ്ണായതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. മറ്റേ ഗാർഡൻ മിക്സ് വളരെ വെയിറ്റ് കുറവാണ്. ഇത് നമുക്കൊണ്ടേന്ന് ആ താന്നിരിക്കുന്ന ഭാഗത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല വെയിൽ വന്നല്ലേ, ഇപ്പൊ നല്ല കാറ്റുള്ള കാരണം ജാക്കറ്റ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാമാകാൻ വേണ്ടി വാമായി കഴിഞ്ഞ് ബോഡിയിൽ നിന്ന് വാമായി കഴിഞ്ഞിട്ട് മാറ്റുക. ഞാൻ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അല്ലെങ്കിൽ കമത്തിയിട്ട് സ്പ്രെഡ് ചെയ്യാം അല്ലെ, അതായിരിക്കും എളുപ്പം. വെറുതെ എന്തിനാ എനർജി കളയുന്നത്.
ഒച്ചയ്ക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോൾഡ് കഴിഞ്ഞ പിന്നെ ആ സ്വരത്തിന്റെ ഒരു ഇത് സ്വരത്തിന്റെ ഒരു ഭയങ്കര ഇത് രണ്ടാഴ്ച എടുത്ത് ഏകദേശം കോൾഡ് ഒന്ന് മാറി. ബാക്കി മണ്ണും കൂടെ ഇടുവാണ്. മണ്ണും കൂടി ഇട്ടിട്ട് പിന്നെ ഇളക്കി എല്ലാം കൂടെ ചെയ്താൽ മതി അല്ലേ? അതിന്റെ മുകളിൽ കമ്പോസ്റ്റും കൂടി ഇടാൻ. അതിന്റെ മുകളിൽ ഒരു ലെയർ ചെറുതായിട്ട് ഗാർഡൻ മിക്സും കൂടി ഇട്ടിട്ട് മറ്റേ ഫെർട്ടിലൈസറും കൂടെ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ലോഡും കൂടെ കൊണ്ട് ഇവിടെ നിർത്താം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മണ്ണ് ആവശ്യം ഈ ഗാർഡൻ ബോക്സിലായതുകൊണ്ട് ഞാനത് നിർത്തുവാണ്. ബാക്കി നമുക്ക് ഗാർഡൻ മിക്സ് ഇട്ടിട്ട് ബാക്കിയുള്ള പരിപാടി ഇടാം. 2-3 ലോഡ് ഗാർഡൻ മിക്സും കൂടെ ഇടാം അല്ലേ? ഗാർഡൻ മിക്സ് ഗാർഡൻ മിക്സ് ഇവിടെയും അവിടെ എല്ലാം ആവശ്യമുണ്ട്. അപ്പൊ നമുക്കിന്ന് ജസ്റ്റ് നെയ്മല്ലി ഒന്ന് എല്ലായിടത്തും മണ്ണെത്തുന്ന രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഭാഗത്തൊക്കെ കുറച്ച് മണ്ണ് കുറവായിരുന്നേ. അപ്പൊ അവിടെയൊക്കെ നല്ല ഇവിടെ പാവയ്ക്കല്ല ഇടുന്നത്. ആ സൈഡിൽ പാവയ്ക്ക ഇട്ടാ അതിനുശേഷം നമുക്ക് പിടിപ്പയർ ഇടാം. പിന്നെ ബീൻസ്, കുക്കുംബർ. ഓക്കെ, ഞാനിപ്പോ ഗാർഡൻ മിക്സും കൂടെ ഒരു 2-3 ലോഡും കൂടെ ഇട്ടിട്ട് നമുക്ക് ആ ഫെർട്ടിലൈസർ ഇട്ടിട്ട് പണി വേണം. ഓക്കെ, നല്ല ക്ലീൻ ആയിട്ടുണ്ടല്ലേ ഗാർഡൻ മിക്സ്. ഇത് ശരിക്കും പല സാധനങ്ങൾ ഇട്ട് ഉണ്ടാക്കിയെടുത്താണ്. അതായത് ഈ എന്താണ് ചെറിയ ചെറിയ തടിയുടെ ചെറിയ ചെറിയ ബാർക്സ്, ഫൈൻ ബാർക്സ്, പിന്നെ ചിക്കൻ മെന്യൂർ, പ്യൂമിക് സ്റ്റോണിന്റെ തരികള്, ജിപ്സം, പിന്നെ എന്താണ്, പിന്നെ ഡോളോമൈറ്റ്, പിന്നെ വേറെ എന്തൊക്കെയോ. അതായത് സ്ലോ റിലീസ് ഫെർട്ടിലൈസർ ആണത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫെർട്ടിലൈസർ പെട്ടെന്ന് അതിന്റെ ഭൂമിയിലേക്ക് പോകില്ല. പയ്യെ എന്താണ് പയ്യെ വളമായിട്ട് സ്ലോലി റിലീസ് ചെയ്ത് കൊടുത്തു. ലോങ് ലാസ്റ്റിംഗ് കുറെ ആള് ഇങ്ങനെ നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നില്ല. അത് മണ്ണീന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ സാധനത്തിന് കുറച്ച് വില കൂടുതലുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ക്യൂബിക് മീറ്ററിന് ഇത് ഏകദേശം $125. അത് ഏകദേശം ന്യൂസിലാൻഡ് ഡോളർ 6000 സംതിങ് വരും. 6000 മുകളിൽ വരും. ഇതൊക്കെ പണ്ട് ഞങ്ങള് ഒരു 4 വർഷം മുമ്പേ ഈ സാധനമൊക്കെ വാങ്ങിച്ചപ്പോൾ $100 1 ക്യൂബിക് മീറ്റർ കിട്ടി കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബോക്സിലും ഇടാനുള്ള. നമുക്കിതൊരു 3 സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഇത്, അവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം. നമുക്ക് നോക്കാം എത്രമാത്രം ക്വാണ്ടിറ്റി ബാക്കി നമുക്കുണ്ട്. കാരണം ഇവിടെയൊക്കെ എല്ലാം നല്ലോണം വേണം. ഗാർഡൻ ബോക്സിനകത്ത് നല്ല ഡീപ്പായിട്ട് മണ്ണ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗാർഡൻ ബോക്സിനകത്തോട്ട് കൂടെ നമുക്ക് മണ്ണും പിന്നെ ഗാർഡൻ മിക്സും ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാനുണ്ടേ. ഇതിടാൻ ക്ഷീണിക്കില്ല, കാരണം വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് അധികം അത്ര നമുക്ക് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം. വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനത്ര വെയിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്യാൻ പോകണം ഈ സ്പ്രെഡർ വെച്ച്. എന്നിട്ട് നമുക്ക് ഒരു സാധനം കൂടെ അതിൻ്റെ പൊക്കത്തിരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ പണ്ട് ലോൺ ഇവിടുത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ലോൺ മാറ്റിയപ്പോൾ അന്ന് വാങ്ങിച്ച ഒരു ടൂളാണത്. അന്ന് ലോണിന് വേണ്ടിയിട്ട് മണ്ണിട്ടപ്പോ അല്ല, അത് നിരപ്പാക്കാൻ വേണ്ടിയിട്ട്. നിരപ്പാക്കാൻ വേണ്ടി. കഷ്ടപ്പാട് അറിയുന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ അപ്പാപ്പനും അമ്മച്ചിയും പുറകെയുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനും പിടിക്കാനും അവരൊന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാനും വിളവെടുക്കാനൊക്കെ വേണ്ടി ഇറങ്ങിയാൽ മതി. പക്ഷെ
നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കഷ്ടപ്പാട് അതിന്റെ ഇടയ്ക്ക് അപ്പം പറയും ഫെർട്ടിലൈസർ തീർന്നു, കുറച്ചും കൂടെ കമ്പോസ്റ്റ് മേടിക്കണം എന്ന് പറയുമ്പോ പോയി മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി. ബാംബൂ സ്റ്റിക്കും വേണ്ട സാധനം ഇവിടെ റെഡിയാണ്, പറയാൻ സമയം താമസമുള്ളൂ. പക്ഷെ ഇതിന്റെ പുറകിൽ എത്രമാത്രം അല്ല, ഇപ്പൊ അവര് നാട്ടിലാണെങ്കിലും ഉണ്ടല്ലോ എപ്പോഴും ചോദിക്കും എന്നാ അത് ചെയ്തോ ഇത് ചെയ്തോ. നിങ്ങൾ കൃഷി ഇട്ടോ സീഡ് ഇട്ടോ ഇതുവരെ കൃഷി തുടങ്ങിയില്ലേ പരാതികളാണ്. സമ്മതിക്കണോ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിന് മുമ്പിൽ പോയി എങ്ങനെ ഇരുന്നാ മതി. ഇതിന്റെയൊക്കെ പുറകില് പ്രവർത്തിക്കുന്നവരൊക്കെ നമ്മള് ഞങ്ങളുടെ അവിടെ പാടത്തൊക്കെ അല്ലേ കൃഷി ചെയ്യുന്ന ഇത് ശരിക്കും നല്ല പാടാ, നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരവരൊക്കെ ശരിക്കും. ഹാർഡ് വർക്ക് അല്ലായിരിക്കും, കാരണം അതവർക്ക് റൂട്ടീനായിട്ട് ചെയ്ത് വന്നാണ്. എന്റെ അപ്പനും അമ്മച്ചിയും ഇപ്പോഴും അവര് കണ്ടത്തിലിറങ്ങി പണി ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് നല്ല ഏജ് ആയി, എന്നാലും അവര് ഓക്കെയാ. നല്ല ഫുള്ള് കറുത്ത ഇതായില്ലേ, സെറ്റപ്പ് ആയില്ലേ. ഇനി ഇതിന്റെ പൊക്കത്തേക്ക് ഒരു സാധനം ഇടാൻ പോയാ നിങ്ങൾ കണ്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു കൊടുത്താ. ഒത്തിരി പേര് എന്നോട് കൂടാണ്ട് ഈ ന്യൂസിലൻഡിലുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ വിളിച്ച് അഡ്വൈസ് ഒക്കെ ചോദിച്ചു എന്തൊക്കെയാ ചെയ്യണ്ടെന്നൊക്കെ. ഇത് ശരിക്കും കംപ്ലീറ്റ് ഗാർഡൻ ഫെർട്ടിലൈസർ ആണ്. നമുക്കിത് വെജിറ്റബിൾസിനും ജനറൽ പർപ്പസ് ആണ്. ഇത് വെജിറ്റബിൾസിനാവും ഫ്രൂട്ട് ട്രീസിനുണ്ടാവും. അപ്പോൾ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് ആ പ്ലാന്റ് ബേസിന്റെ ഒരു 20 സെന്റിമീറ്റർ മാറി ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ. ഇത് നമ്മളിപ്പോൾ പുതിയതായിട്ട് നടാൻ പോകുന്നവർക്ക് സോയിൽ മിക്സ് ചെയ്യുന്ന കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. സയന്റിഫിക് വാല്യൂ എന്താ അങ്ങനെയുള്ള എന്താ പറയുന്നത്, സയന്റിഫിക് വാല്യൂ, നെയിം ആൻഡ് വാല്യൂ. നൈട്രജൻ 10, പൊട്ടാഷ്യം 4, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, ടി എന്നാണ്. നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നാലും ജസ്റ്റ് ഞങ്ങൾ മറ്റേ ഗാർഡൻ റേക്ക് വെച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, അതൊന്ന് നടി പോകാൻ വേണ്ടി. നമ്മുടെ നാട്ടിലൊക്കെ ഹോമിയോ പോകുമ്പോ നമുക്ക് കിട്ടൂലേ, ഗുളിക കിട്ടൂലേ, ഹോമിയോ മരുന്ന്. നമുക്കുള്ള ഹോമിയോ മരുന്നും ചെടിക്കുള്ള ഹോമിയോ മരുന്നും സെയിം പോലെ. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒത്തിരി അങ്ങ് ഇടണമെന്നൊന്നും ഇല്ല. സ്ലോ റിലീസ് സാധനങ്ങൾ. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ വീഡിയോസ്, അതായത് ഞാൻ ഹാർവസ്റ്റിംഗ് ആൻഡ് ഗാർഡനിങ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. കാരണം ഞങ്ങൾ പെർഫെക്റ്റ് ഒന്നുമല്ല, നമ്മൾ പറഞ്ഞല്ലോ ഇതിപ്പോ ഒരു പാഷൻ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മെയിൻലി വീണ്ടും വീണ്ടും ചെയ്തു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നല്ല പോലെ വിളവ് കിട്ടി. ഓക്കെ, ഇത് മതിയായിരിക്കും അല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഈ റേക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആ മണ്ണിന്റെ അടിയിലും ഇന്ന് കിടക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവിടെ വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെതറാണ്. അത് നമുക്ക് പറഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഈ ചെയ്യുന്ന എല്ലാം വെറുതെ ഇപ്പം. കാരണം ഇതിന്റെ മുമ്പത്തെ കഴിഞ്ഞ വർഷമല്ല, മുമ്പത്തെ വിന്റെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു. ഈവൻ സമ്മറിലും തണുപ്പ് നിന്നിട്ടുണ്ടല്ലോ, മഴയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പച്ചക്കറികൾ അങ്ങനെ അധികം ഈ വീടിന്റെ ഞങ്ങളുടെ വീടിന്റെ ഇപ്പുറത്തൊരു വീടുണ്ട്, അതിന്റെ വീടിന്റെ ബാക്കിൽ റിസർവ് ആണ്. അതും കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഉൾക്കടലുമാണ്. അപ്പൊ അതിൽ നിന്ന് നല്ല ഉണങ്ങുന്ന കാറ്റിങ്ങനെ വന്നടിച്ചോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുമ്പളക്കൊക്കെ വന്ന് പറപ്പിച്ചോണ്ട് പോയല്ലേ. അതിന്റെ കുമ്പളങ്ങയുടെ പന്തലിട്ടിരുന്നത് മുഴുവൻ ഒരു വശത്തോട്ടായിപ്പോയി. അതുകൊണ്ട് കാറ്റ് ഇങ്ങനെ മറിച്ചെടുത്ത് എല്ലാം കൂടെ. ഭാഗ്യത്തിന് പാവയ്ക്ക വിളവെടുത്ത് ഫുള്ള് കഴിഞ്ഞപ്പോഴാണ് പാവയ്ക്കയുടെ സാധനം വേലി ഉൾപ്പെടെ മറിഞ്ഞ് അപ്പുറത്തേക്ക് പോയി, അപ്പുറത്ത് പോയി കിടന്നു. വേലിയല്ല, പന്തൽ ഉൾപ്പെടെ. നിങ്ങളെപ്പോഴും വീഡിയോ കണ്ടിരിക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യണം. എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഗാർഡൻ ബെഡൊക്കെ ഉണ്ടോ, നിങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ കൃഷി ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നോളജ് ടു ഷെയർ എന്നാണല്ലോ, അപ്പോൾ പറഞ്ഞു തരിക. നമുക്കൊരു ബേസിക് ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെയൊക്കെ എല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, എല്ലാത്തിനും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ
നമ്മുടെ ഇവിടുത്തെ സ്റ്റോറിലുണ്ട്. മാർക്കറ്റിലൊക്കെ ഒരു ആപ്പിളിന് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട ചെന്ന് കഴിഞ്ഞാൽ ആപ്പിളിന് മാത്രം വേണ്ടിയുള്ള ഫെർട്ടിലൈസർ അവരിപ്പുണ്ട്. ജനറൽ പർപ്പസിനാണെങ്കിൽ ജനറൽ പർപ്പസ് ഫെർട്ടിലൈസർ, ലെമൺ, സിട്രസ് ഫ്രൂട്ട്സിന്, അങ്ങനെ പലകാര്യമാണ്. അതുകൊണ്ട് വില്ലതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. ദിസ് ഈസ് ഓൾ ഡൺ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഞാനിവിടെ ഇരുന്നോണ്ട് കണ്ടോണ്ടിരിക്കുക. വെയിൽ കുറവാണെങ്കിൽ ആ വെയിലിന് ഭയങ്കര ചൂടാണ്, ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയിപ്പോ. ഇനിയിപ്പോ കുറച്ചൊന്ന് നാരങ്ങ വെള്ളം നമുക്ക് ഗാർഡൻ ഫിലിം ഇട്ടാലോ? നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്ത് നാരങ്ങ വെള്ളം എടുത്തിട്ട് കുടിച്ചിട്ട് നമുക്ക് ഒന്ന് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ബ്രേക്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മള് ഇതാണ് ഗാർഡൻ ഫിലിം. നമ്മള് ഓൺലൈനായിട്ട് മേടിച്ചത് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഇറങ്ങി പോകുന്ന ടൈപ്പിലാണ്. എന്നുവെച്ചാൽ ഇത് അകത്തി അതിന്റെ ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇപ്പൊ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോ കണ്ടോ? സ്ട്രെച്ച് ചെയ്യുമ്പോ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട് വരുന്നുണ്ട്. അതിന്റെ കൂടെ വെള്ളം ഇറങ്ങി പോകും. അത് കൂടാണ്ട് നമ്മൾ ഇതിനെ നല്ലപോലെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചെറിയ പിന്നുണ്ട്. ഇങ്ങനെ നമ്മള് മണ്ണിലോട്ട് ഇറക്കി വെക്കും. അപ്പൊ അത് അവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ 2 സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് മേടിച്ചത്. അപ്പൊ ഇത് ഇച്ചിരിയും കൂടെ എന്താ പറയണത്, നല്ല വീതിയുള്ള സാധനം. അപ്പൊ നമ്മൾ ഇവിടെയോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ആക്കി കൊടുക്കണം നമ്മൾ പച്ചക്കറികൾ വെക്കുന്നതിന്റെ. അപ്പൊ ആ ഇടയിലോട്ട് നമുക്ക് പച്ചക്കറി എടുത്ത് വെച്ചാൽ ഒഴിവാക്കാം. ബേസിക്കലി കള വളർന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറിച്ച് കളയാനുള്ള. അപ്പം അപ്പൊ ഇതിട്ട് കഴിഞ്ഞാല് കളകൾ വളരില്ല. ചെടികൾക്ക് ആവശ്യമായ ന്യൂട്രീഷനും കിട്ടും, കളകൾ അത് വലിച്ചെടുക്കത്തുമില്ല. അപ്പം നമ്മൾക്ക് ഈസിയാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നീട്ടി നോക്കാം അല്ലേ? ഇത് നമുക്കൊന്ന് നല്ലപോലെ വിരിച്ച് നോക്കിയിട്ട് എവിടെ വെച്ചാ മുറിക്കേണ്ടത് നോക്കാം. ഈ കോർണറിൽ നമ്മൾ വെച്ച് കൊടുക്കുവാണേ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കോർണറിനോട് ചേർത്ത് വെച്ച് പിന്നടിച്ചു കൊടുക്കുവാണേ. ഓരോരോ പിന്ന് നമുക്ക് വെച്ച് വെക്കാം. എന്നിട്ട് ആദ്യം നമുക്കൊരു ജസ്റ്റ് ഒരു ബോർഡർ ഉണ്ടാക്കി കൊടുത്തിട്ട് ബോർഡർ ഒന്ന് ചെയ്തിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ, ഇത് ഓരോരോ ലെവൽ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ട് പോവാം. അപ്പം അങ്ങനെ സ്ട്രെച്ചായി അങ്ങ് ഇരുന്നോളൂ. പിന്നീട് നമുക്ക് വലിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് വെച്ച് പോകുന്നുള്ളൂ. കാരണം രണ്ടാമത് വരുമ്പോൾ അത് വലിച്ച് ബാക്കിയുള്ള ചെയ്യാന്നുള്ള രീതിയിൽ. ഇതൊക്കെ നിറച്ച് കള പിടിക്കുമായിരുന്നേ. അതുകൊണ്ട് പിന്നെ എങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു? സമയമില്ലെന്നേ, അതാണ്. പലർക്കും തോന്നും ഇതൊക്കെ ഭയങ്കര പൈസ ചെലവല്ലേ. പക്ഷെ ഇതിനധികം വിലയൊന്നും ഇല്ല കേട്ടോ ഈ സാധനത്തിന് മേടിക്കുന്നതിന്. പിന്നെ നമ്മളത് ഫിക്സ് ചെയ്യാനും എടുക്കാനുള്ള സമയം. സാധാരണ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാട്ടോ, ചൈനീസ് ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. ഈ ട്രെല്ലിസിന്റെ പോസ്റ്റ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലേ? ഇപ്പൊ 2ാമത്തെ ലെയർ നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമ്മളതിൻ്റെ ബൗണ്ടറി ഒന്ന് ഇത് ചെയ്യണേ. അവിടെയും കൂടെ ഫിക്സ് ചെയ്ത് അതേ സൈഡിലെ ഗാർഡൻ ഫിലിം ഫുള്ള് ഞങ്ങൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗാർഡൻ ഫിലിം നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് സീഡ്ലിംഗ് ഇടണം. അതിന് മുമ്പേ നമുക്ക് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് വാട്ടറിങ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ സീഡ്ലിംഗ്, അതായത് നമ്മുടെ തൈ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഉച്ചയായി. ഇനിയിപ്പം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് പിള്ളേരെ പിക്ക് ചെയ്യാനുള്ള പരിപാടിയിലോട്ട് പോവാണ്. അപ്പൊ എനിവേ എല്ലാരും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് ഇടുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം കേട്ടോ. അപ്പൊ ടേക്ക് കെയർ. ബൈ.